നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിലും കൈക്കൂലി വാങ്ങിയതിലും CI PM രതീഷിനെതിരെ നടപടിയുണ്ടാകും. ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജരെയും ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി കേസ് ഒതുക്കി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പണം കൈമാറുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മെയ് 24 പീച്ചിയിലെ ഹോട്ടലിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും പീച്ചി SI രതീഷിന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിനുശേഷമായിരുന്നു പോലീസിന്റെ ഒത്തുതീർപ്പ് നീക്കം. ഈ പരാതിക്കാരനായ ദിനേഷുമായിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. അവന് എന്താണോ കൊടുക്കേണ്ടത് കൊടുത്ത് സെറ്റിൽ ചെയ്യുക. ഈ പ്രശ്നം തീർക്കണമെങ്കിൽ 5 ലക്ഷം രൂപ തരണം. അപ്പോൾ 3 ലക്ഷം രൂപ SHO എടുക്കും, 2 ലക്ഷം രൂപ ഈ ദിനേഷ് എടുക്കും. ഹോട്ടൽ ഉടമയായ പട്ടിക്കാട് സ്വദേശി ഔസേപ്പിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. എന്നാൽ ആശുപത്രി ചെലവിന് 5000 രൂപ മാത്രമാണ് വാങ്ങിയതെന്ന് പരാതിക്കാരൻ ദിനേശ്. എനിക്ക് ആ ഹോസ്പിറ്റൽ ചെലവിന് 5000 രൂപ തന്നിട്ടുണ്ട്. ആശുപത്രി കേസ് ഒഴിവാക്കണം, എന്റെ അവനെ രക്ഷിക്കണം, തല്ലിയത് ഒഴിവാക്കണം, അങ്ങനെ പറഞ്ഞിട്ട് വേറെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല, തന്നിട്ടില്ല. ദിനേശിന് പണം നൽകിയതിന് രേഖകൾ തെളിവുണ്ടെന്ന് ഔസേപ്പ്. ഞങ്ങളുടെ അത് എക്സ്പെൻസ് ആയിട്ട് ഞങ്ങളുടെ കണക്കിൽ വന്നിട്ടുണ്ട്. 5 ലക്ഷം രൂപ എന്റെ വീട്ടിൽ നിന്നും കൊടുത്തത് എന്റെ ബിസിനസ്സിൽ നിന്ന് അന്ന് തലേ ദിവസത്തെ കളക്ഷനാണ് കൊടുത്തത്. ഈ പർട്ടിക്കുലർ ദിനേശ് എന്ന പേരിൽ തന്നെയാണ് എഴുതി ചേർത്തിരിക്കണേ. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അന്ന് SI ആയിരുന്ന നിലവിലെ CI PM രതീഷിനെതിരെ ഉടൻ നടപടിയുണ്ടാകും. അഡീഷണൽ SP KA ശശിധരന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്മേലാണ് നടപടിയെടുക്കുക. പണം വാങ്ങി കേസ് ഒതുക്കി തീർത്തുവെന്ന ആരോപണത്തിൽ അന്വേഷണത്തിനും സാധ്യതയുണ്ട്. അതേസമയം പരാതിക്കാരനായ ദിനേശിനെ ഹോട്ടലിന് മുന്നിൽ വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പരാതി സൃഷ്ടിക്കുകയും പണം വാങ്ങി അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തുവെന്ന ഗുരുതര ആരോപണമാണ് പീച്ചി പോലീസ് സ്റ്റേഷനിലെ SIക്കെതിരെ പുറത്തു വന്നിരിക്കുന്നത്. കുന്നംകുളത്തേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുകയാണ് പീച്ചി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം. ക്യാമറ പേഴ്സൺ മാഹിൻ ജാഫറിനൊപ്പം റാഫി കരീം, 24 തൃശൂർ. കുന്നംകുളത്തെ 3-ാം മുറയിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തം. സസ്പെൻഷൻ നടപടിയിൽ തൃപ്തനല്ലെന്ന് മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് VS 24-നോട് പറഞ്ഞു. പോലീസിനെ നിയന്ത്രിക്കുന്നത് CPIM സെല്ലാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആരോപിച്ചു. കേസിൽ കോടതി പ്രതി ചേർത്ത 4 പോലീസുകാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തെങ്കിലും സർവീസിൽ നിന്ന് പുറത്താക്കി നിയമപരമായ ശിക്ഷ നൽകിയാൽ മാത്രമേ തനിക്ക് നീതി ലഭിക്കൂ എന്നായിരുന്നു സുജിത് VSന്റെ പ്രതികരണം. ഈ സർവീസിൽ തുടരാൻ ഒരിക്കലും അർഹരല്ല ഈ ഗുണ്ടാ പോലീസ്. ഈ 4 പേരുൾപ്പെടെ ഒരു ഡ്രൈവറായിരുന്ന ഷുഹൈർ വരെ വലിയ കുറ്റക്കാരനാണ്. അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ആള് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വേറൊരു പഞ്ചായത്ത് ഓഫീസിൽ AO ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. സമരം വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യമടക്കം ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലുണ്ടായിട്ടും പോലീസുകാരെ സംരക്ഷിച്ചെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സുജിത്തിനെ സന്ദർശിച്ചു. ഇത്ര ഭീകരമായി അക്രമം നടത്തിയാൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അന്ന് അദ്ദേഹം പ്രതികരിക്കില്ലേ? ഈ കുടുംബത്തിനോടൊരു സഹാനുഭൂതി ആദ്യം കാണിക്കേണ്ട ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? ഒരക്ഷരം മിണ്ടിയോ ഇന്നവരെ അദ്ദേഹം? എന്തേ അദ്ദേഹത്തിന് മിണ്ടാട്ടം? വായ അടഞ്ഞുപോയത് എന്തുകൊണ്ടാണ്? വായ തുറക്കണം മിസ്റ്റർ പിണറായി. മനസാക്ഷിയില്ലാത്ത ഭീകരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്ന് സുജിത്തിനെ സന്ദർശിച്ച ശേഷം K സുധാകരൻ. മനുഷ്യത്വം തൊട്ടുതെറിപ്പിക്കാത്ത ഒരു ഭീകരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അതിന്റെ തെളിവാണ് സുജിത്ത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പോലീസിനെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി. അടിയന്തരാവസ്ഥ തന്നെയെന്നും നടപടിയുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 24 തൃശൂർ.
ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് ഫൈനലിൽ കൊല്ലത്തിന് ബാറ്റിംഗ് തകർച്ച എന്നത് 182 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന കൊല്ലം സെയിലേഴ്സിന് ബാറ്റിംഗ് തകർത്ത് 75 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റ് ഇതുവരെ നഷ്ടമായിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ അറിയിക്കുന്നുണ്ട്. UDF ഭരണകാലത്ത് നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി മുൻ SFI നേതാവ് പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണനാണ് പോലീസിനെതിരെ ആക്ഷേപവുമായി രംഗത്തെത്തിയത്. നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പിയും മുൻ കോന്നി CIയുമായ മധു ബാബുവിനെതിരെയാണ് ജയകൃഷ്ണന്റെ ആരോപണം. 2012 അന്നത്തെ കോന്നി സിഐയുടെ നേതൃത്വത്തിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. ലാത്തിയടിയേറ്റ മുറിവുകളിൽ പെപ്പർ സ്പ്രേ അടിച്ചുവെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചുവെന്നും ജയകൃഷ്ണൻ പറയുന്നു. മധുബാബുവിനെതിരെ കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ല. കസ്റ്റഡി മർദ്ദനത്തിൽ നീതി തേടി ഹൈക്കോടതി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജയകൃഷ്ണൻ. പോലീസ് സേന പൊതുവിൽ ഇത്തരം സംഭവങ്ങളിൽ പോലീസിന് തന്നെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരം ക്രിമിനൽ പോലീസ് കേരള പോലീസിൽ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. ശക്തമായ നടപടി എടുക്കുന്നവരെ നിയമപോരാട്ടം നടത്തും. അതേസമയം ജയകൃഷ്ണൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്നും താൻ സ്വീകരിച്ച നിയമ നടപടികളിലെ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നുമാണ് DYSP മധുബാബുവിന്റെ വിശദീകരണം. 24 പത്തനംതിട്ട. പോലീസ് മർദ്ദനത്തിന് എതിരായ പരാതി പോലീസ് തന്നെ മുക്കിയെന്ന ആരോപണം. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ മർദ്ദനത്തിന് ഇരയായ മുസ്ലിം ലീഗ് പ്രവർത്തകൻ C. മാമുക്കോയാണ് പോലീസിനെതിരെ രംഗത്തെത്തിയത്. 2023 പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഡിസംബറിൽ കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിൽ പോലീസ് വന്നത് അറിഞ്ഞെത്തിയ C. മാമുക്കോയെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരുക്കേറ്റ മാമുക്കോയുടെ കേൾവിക്ക് തകരാർ സംഭവിച്ചു. അന്നത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP K. സുദർശൻ, CI ആയിരുന്ന ബെന്നിലാലു എന്നിവർക്കെതിരെയാണ് ആരോപണം. പരാതി പോലീസ് തന്നെ മുക്കിയെന്ന് മാമുക്കോയ പറയുന്നു. എൻ്റെ പേരിൽ പരാതി ഇല്ലാറുമ്പോൾ തന്നെ ഒരു വിട്ടിക്കണം. ഞാൻ പിന്നെ അതാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മെഡിക്കൽ കോളേജ് കൊടുത്തിട്ട് അന്നത്തെ PR സുധീഷ് സ്വീകരിച്ചില്ല. അതൊക്കെ എനിക്കറിയാം, ഈ പൊയ്ക്കോ എനിക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ പേരിൽ പോലീസ് ഇതാണല്ലോ ഓലക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന പോലീസുകാരാണല്ലോ, ഓഫീസേഴ്സൊക്കെ ഉണ്ടാവും. എന്തിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്ന് മാമുക്കോയ. നിങ്ങളുടെ പേരെന്താ മാമുക്കോയല്ലേ ചോദിച്ചു. അപ്പോൾ അത് എന്തേന്ന് ചോദിച്ചു. അവൻ എന്നെ പിന്നെ മാമുക്കോയല്ലേ ചോദിച്ചു. വീണ്ടും അതെ മാമുക്കോയാണ്, എന്താ പ്രശ്നം ചോദിച്ചു. നിങ്ങളെ വരണം സ്റ്റേഷനിൽ കയറാൻ. ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റേഷനിൽ എൻ്റെ പെറ്റീഷനോ കാര്യം എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അതൊന്ന് തന്നാലേ വരുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞ് കയ്യലും ഫസ്റ്റിലടിച്ച സുദർശൻ, പിന്നെ ബെന്നി അടിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പ്രതിപക്ഷ നേതാവിനും അയച്ചുകൊടുത്തു. നടപടിയുണ്ടായില്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനാണ് മുസ്ലിം ലീഗ് കുറ്റിക്കാട്ടൂർ വാർഡ് ജനറൽ സെക്രട്ടറി കൂടിയായ മാമുക്കോയയുടെ തീരുമാനം. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. കൊല്ലം ഓച്ചിറ ആലുംപീടികയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിൽ പുക ഉയരുന്നത് കണ്ട് വാഹനം ഓടിച്ചിരുന്ന സജീവ് കാർ നിർത്തി പുറത്ത് ഇറങ്ങുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അരുൺരാജ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കൊല്ലത്ത് അരുൺ, ഈ കാർ പൂർണ്ണമായും കത്തി നശിച്ചല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ, അല്പസമയം മുമ്പാണ് കൊല്ലം കരുനാഗപ്പള്ളി ഓച്ചിറ ആലുംപീടികയിൽ ഓടിക്കൊണ്ടിരുന്ന ഓൾട്ടോ കാറിന് തീ പിടിച്ചത്. ഈ കാറിൽ നിന്ന് പുകയുയരുന്നത് കണ്ട് സംശയം തോന്നിയ ഈ കാറിന്റെ ഡ്രൈവറായിരുന്ന സജീവ് കാർ റോഡിന് സൈഡിലേക്ക് നിർത്തിയിട്ട ശേഷം ദൂരേക്ക് മാറുകയായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ കാർ ആളിക്കത്തി എന്നുള്ളതാണ് സജീവ് ഇപ്പോൾ ഫയർഫോഴ്സിനോട് അടക്കം നൽകിയിരിക്കുന്ന മൊഴി. പരിസരവാസികളും സജീവും ചേർന്ന് ഈ വെള്ളവും അതുപോലെ തന്നെ മണ്ണും ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് പോലീസ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. പക്ഷേ കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാര്യങ്ങളോ ആണോ ഈ തീപിടുത്തത്തിന് കാരണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കാർ ഓൾട്ടോ കാറാണ്. കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ശരി, കൊല്ലത്താണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺരാജ്. വയനാട് പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് മദ്യവും തോട്ടകളും പിടികൂടിയ കേസിൽ വഴിത്തിരിവ്. 17 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ തങ്കച്ചനെ കേസിൽ കുടുക്കുകയായിരുന്നു. 24 വാർത്ത വഴിത്തിരിവായതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. മദ്യവും തോട്ടകളും തങ്കച്ചന്റെ വീട്ടിലെത്തിച്ച മരക്കടവ് സ്വദേശി പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ആരോപണം തള്ളി DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രംഗത്തെത്തി. കഴിഞ്ഞ മാസം 22-നാണ് പെരിക്കല്ലൂർ കാനാട്ടുമലയിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് വഴിത്തിരിവ്.
തോട്ടകളും മദ്യവും വീട്ടിലെത്തിച്ച് തങ്കച്ചിനെ കുടുക്കിയ മരക്കടവ് സ്വദേശിയും നിർമ്മാണ കോൺട്രാക്ടറുമായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിട്ടയക്കാൻ പോലീസ് നൽകിയ അപേക്ഷ കോടതി അംഗീകരിച്ചതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. DCC പ്രസിഡന്റ് ND അപ്പച്ചന് വരെ സംഭവത്തിൽ പങ്കുണ്ടെന്ന് തങ്കച്ചൻ. ഇത് പാർട്ടിയിലുണ്ടായ ഒരു പിണക്കമാണ്, ഒരു ഗ്രൂപ്പ് വഴക്കല്ല. ഇവരെ കുറച്ച് പേര് കൂടി, മണ്ഡലം പ്രസിഡന്റ്, ഒരു വക്കീലായ DCC സെക്രട്ടറി, ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവർ പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം ഉണ്ടായത്. എന്നോട് അന്ന് പറഞ്ഞിരുന്നു, നിന്നെ വീട്ടിൽ കടത്തി ഉറക്കൂല എന്ന് പറഞ്ഞിരുന്നു. DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങളാണ് തങ്കച്ചിനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള കാരണം. 24 വയനാട്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിശ്വാസ സംഗമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് PS പ്രശാന്ത് പ്രതികരിച്ചു. അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് ബാലിശമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ശബരിമല വികസനമാണ് ലക്ഷ്യമെന്നും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷത്തിലായിപ്പോയെന്നേ ഉള്ളൂവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ആർക്കും സംഘടിക്കാനും സംഘം ചേരുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ. അതൊരു വഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ സംഗമം വേറൊരു വഴിക്ക് നടക്കും. അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമായി മാറും. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കാരണവശാലും ഇല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയണമായിരുന്നു, എന്താ ഇത്രയും കാലം പറഞ്ഞില്ല? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ക്ഷണം സ്വീകരിച്ച KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പൂർണ്ണ പിന്തുണയെ അറിയിച്ചു. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വീണ്ടും വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സലാണ് VD സതീശൻ നടത്തുന്നത്. എന്നാൽ VD സതീശന്റെ സംസാരം ശരിയല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം എന്നായിരുന്നു VD സതീശന്റെ മറുപടി. പുള്ളി ഇപ്പോഴേ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു സമീപനവും അതുപോലെ സംസാരവും പുള്ളിക്ക് കാണുന്നില്ല. യോഗ്യത ഉണ്ടെന്ന് നമ്മൾ ഭാവിച്ചാൽ പോരല്ല. നമ്മളെ അതിനുള്ള യോഗ്യതയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ആരാണ്? ജനമല്ലേ. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ചു, പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോകണം? അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുത്തത്. തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി UDFനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ നിങ്ങൾ എന്നെ കാണില്ല. ചെമ്പഴന്തിയിലെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദ. ആരോഗ്യ പ്രശ്നങ്ങളാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത്. എന്നാൽ എറണാകുളത്ത് പരിപാടികളിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും സ്വാമി 24നോട് പറഞ്ഞു. സ്വാമി, ഇതുപോലെ ചതയദിനം പോലെ വലിയൊരു ആഘോഷം, ഗുരുദേവന്റെ ജയന്തി ആഘോഷിക്കുന്ന വലിയൊരു ചടങ്ങ് എല്ലാ കാലവും നമ്മൾ അത്ര പ്രാധാന്യത്തോടുകൂടി പങ്കെടുപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു ഉദ്ഘാടനായി എത്തേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ കണ്ടില്ല. അത് എങ്ങനെയാണ് അതിൽ പ്രതികരണം? വർഷങ്ങളായി ചെമ്പഴന്തി നടക്കുന്ന പരിപാടികളിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ വർഷവും ശ്രീനാരായണ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ എത്തിച്ചേരില്ല എന്ന് അറിയിച്ചു. എന്നാൽ ഇന്ന് എറണാകുളത്തെ പല പരിപാടികളിലും പങ്കെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണെങ്കിൽ അത് ഗുരുവിനോടും ഗുരുദർശനത്തോടുള്ളൊരു അവജ്ഞയായിട്ടാണ് ശിവഗിരിമഠവും ഇതിനെ കാണുന്നത്. കൊല്ലം ചവറയിൽ തിരുവോണനാളിൽ ദളിത് കുടുംബത്തെ ആക്രമിച്ച ലഹരി സംഘത്തിലെ 8 പേർ പിടിയിലായി. അസഭ്യവർഷം ചോദ്യം ചെയ്തതോടെയായിരുന്നു ലഹരി സംഘത്തിന്റെ ആക്രമണം. അക്രമി സംഘം ലഹരി ഉപയോഗിക്കുന്ന വീഡിയോ പുറത്തുവന്നു. അതേസമയം പ്രധാന പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു കൊല്ലം ചവറയിൽ സ്ത്രീകളെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് വീട്ടിൽ അതിക്രമിച്ചു കയറി ലഹരി സംഘം അക്രമം അഴിച്ചുവിട്ടത്. പെണ്ണുങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരിച്ചുകൊണ്ട് പോയി. ആരാടാ അത് എന്നും പറഞ്ഞ് ചോദിച്ച്
ആ ഒരു വാക്കേ ചോദിച്ചിട്ടുള്ളൂ. വീട്ടിൻ്റെ ബാക്ക് വശത്തിലൊരു വീട്, പഴയ വീടുണ്ട്. ആ വീട്ടിൽ ആളുതാമസം ഇല്ലാത്തതാണ്. ആണും പെണ്ണും എല്ലാ എണ്ണവും കയറിയിരുന്ന് അവിടെയാണ് വെള്ളം ഒടിക്കുന്നത്. ഇവന്മാരെല്ലാവരും കൂടെ അവിടുന്നും ബൈക്ക് വന്നവരും എല്ലാം എവിടുന്നാണ് ഇത്രയും പേര് ഓടിച്ചാടി വന്നെന്നൊന്നും എനിക്കറിയാൻ വയ്യ. കേൾക്കാൻ പറ്റാത്ത ചീത്ത വിളിക്കുകയാണെങ്കിൽ ഒരാൾ ജാതിയെ പറ്റിയിട്ടാണ് ചീത്ത വിളിക്കുന്നത്. 6 വയസ്സുകാരി മുതൽ 35കാരി വരെ ലഹരി സംഘത്തിന്റെ മർദ്ദനത്തിനിരയായി. വിരുന്നെത്തിയവരടക്കം 11 പേർക്കും പരിക്കേറ്റു. 25 സംഘമാണ് ആക്രമണം നടത്തിയത്. കൊണ്ടുപോയി അടിക്കും, നമ്മുടെ കൺവെട്ടത്തു നിന്ന് കൊണ്ടുപോയി അടിക്കുമായിരുന്നു. അങ്ങനെ ചേട്ടനെ ആണെങ്കിൽ വീടിന്റെ ബാക്കിൽ കൊണ്ടിട്ട് അടിച്ചത്. ഇതിനിടെ അക്രമി സംഘത്തിന്റെ പരസ്യ ലഹരി ഉപയോഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജാതി പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് കുടുംബം പറയുന്നു. 24 കൊല്ലം. ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. കാസർഗോഡ് അടുക്കത്ത് ബയലിൽ അശ്രദ്ധമായ റോഡ് മുറിച്ചു കടന്ന വീട്ടമ്മ കാറിടിച്ച് മരിച്ചു എന്നുള്ള വാർത്തയാണ്. കല്ലുവളപ്പ് സ്വദേശി നസിയാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. കാറിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കൊച്ചിയിൽ ഇന്നും ഓൺലൈൻ തട്ടിപ്പിലൂടെ വീട്ടമ്മയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തു. 95,000 രൂപയാണ് ഫോർട്ട് കൊച്ചി സ്വദേശിക്ക് നഷ്ടമായത്. വെർച്വൽ അറസ്റ്റിലൂടെ 2,88,00,000 രൂപ തട്ടിയെടുത്ത കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. തുടർച്ചയായ 4ാം ദിവസവും കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. FM റേഡിയോയുടെ കസ്റ്റമർ കെയർ മെസ്സേജ് എന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘം ലിങ്ക് അയച്ചു നൽകിയത്. പരാതിക്കാരി ലിങ്കിൽ കയറിയതിനു പിന്നാലെ അക്കൗണ്ടിലുണ്ടായിരുന്ന 95,000 രൂപ നഷ്ടമായി. ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തു. 24 പുറത്തുവിട്ട വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു 25 കോടിയുടെ സൈബർ തട്ടിപ്പിൽ ആൾറെഡി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. കേസിൻ്റെ റിവ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ജെറ്റ് എയർവേസ് അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്ന് 2,88,00,000 രൂപ സൈബർ കൊള്ളക്കാർ തട്ടിയെടുത്തത്. ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് 25 കോടി തട്ടിയ കേസിലും അന്വേഷണം ഊർജിതമാണ്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. വാർത്തകളും ബോധവൽക്കരണവും നിരന്തരം നടക്കുന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സൈബർ കൊള്ളക്കാരുടെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കാണുന്നത്. പരിശോധനകളും അന്വേഷണങ്ങൾക്കും അപ്പുറം വേണ്ടത് ജാഗ്രതയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. മുല്ലപ്പൂ ധരിച്ച് ഓസ്ട്രേലിയയിൽ എത്തിയ നടി നവ്യ നായർക്ക് 1,14,000 രൂപ പിഴ ചുമത്തി ഓസ്ട്രേലിയൻ സർക്കാർ. അപകടകാരികളായ സൂക്ഷ്മജീവികൾ രാജ്യത്തിന്റെ ജൈവ വൈവിധ്യത്തെ ബാധിക്കാതിരിക്കാൻ നടപ്പാക്കിയ നിയമപ്രകാരമാണ് പിഴ ചുമത്തിയത്. സെൽഫ് ട്രോളായി സംഭവം പുറത്തുവിട്ടതും നവ്യ നായർ തന്നെയാണ്. മലയാളത്തിന്റെ പ്രിയ നടി നവ്യ നായർക്ക് ഓസ്ട്രേലിയൻ വിമാനത്താവളത്തിൽ പിഴയൊടുക്കേണ്ടി വന്നത് പ്രവാസ ലോകത്ത് ചർച്ചാ വിഷയമായി. മുല്ലപ്പൂ കൈവശം വെച്ചതിന് മെൽബൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചാണ് താരത്തിന് പിഴ ഒടുക്കേണ്ടി വന്നത്. വിക്ടോറിയയിലെ ഒരു പ്രമുഖ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു നവ്യ നായർ. 1.25 ലക്ഷം രൂപയാണ് താരത്തിൽ നിന്ന് പിഴയായി അധികൃതർ ഈടാക്കിയത്. ലോകത്തിൽ തന്നെ കർശനമായ ജൈവ സുരക്ഷാ നിയമങ്ങൾ നിലവിലുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. അതേസമയം ഇത്തരത്തിലൊരു നിയമത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് താരം പറഞ്ഞു. എന്നാൽ തന്റെ അറിവില്ലായ്മ നിയമലംഘനത്തെ സാധൂകരിക്കുന്നില്ലെന്നും താരം ഓർമ്മിപ്പിച്ചു. It was an honest mistake. So I just wanted to say it out in a normal way, and I'm trying to put it out in this way. It's nothing to hurt anybody, no pun intended. But then I know that ignorance is something, a severe thing that it's not something where I can excuse or I may get an excuse. But then, sir, I would like to request all of you who are present here from the ministry of this country, I would like to request that I'm a distinguished guest for this program, and I had no intention to bring in any problem to the biodiversity restrictions of this country. പിഴ ഈടാക്കിയതിൽ ഇളവ് തരണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ ശേഷം അധികൃതരുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ നടി. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24.
നടി മഞ്ജു വാര്യരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തും വഴി മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗമാണ് സംവിധായകനെ തടഞ്ഞുവെച്ചത്. ഇളമക്കരയിൽ നിന്നുള്ള പോലീസ് സംഘം നാളെ രാത്രി സംവിധായകനെ കൊച്ചിയിലെത്തിക്കും. സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റുകൾ പങ്കുവച്ചെന്നും വ്യാജ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ചെന്നും ആരോപിച്ച നടി മഞ്ജു വാര്യർ നൽകിയ പരാതിയിലാണ് നടപടി. എളമക്കര പോലീസ് ജനുവരിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2022 പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പിന്തുടർന്ന് ഉപദ്രവിക്കുകയാണെന്ന നടിയുടെ പരാതിയിൽ സനൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയുമ്പോഴാണ് കുറ്റം ആവർത്തിച്ചതായി വീണ്ടും പരാതി ഉയർന്നത്. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ള ലുക്കൌട്ട് സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ മുംബൈ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത്. നമ്മൾ കസ്റ്റഡിയിലെടുക്കും, എടുത്തിട്ട് ചോദ്യം ചെയ്തിട്ട് ശേഷം അത് എലമക്കര കേസിലുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ തടഞ്ഞു വെച്ചത്. ബാക്കി നമ്മൾ നടപടി അതിനനുസരിച്ച് എടുക്കും. അതേസമയം തന്നെ കസ്റ്റഡിയിലെടുത്തത് നിയമവിരുദ്ധമെന്ന് സംവിധായകൻ ആരോപിക്കുന്നു. ഏത് പോലീസ് സ്റ്റേഷനിലാണ് എനിക്കെതിരെയുള്ള കേസെന്നോ എനിക്കെതിരെ ഒരു അറസ്റ്റ് വാറന്റും ഇല്ല, എനിക്ക് ഒരു നോട്ടീസും കിട്ടിയിട്ടുമില്ല. കൊച്ചി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത്. അവിടുന്ന് ഒരു ടീം വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകാനെന്നാണ് പറയുന്നത്. 2023 മുതൽ അമേരിക്കയിലാണ് സനൽകുമാർ ശശിധരൻ. തിരുവനന്തപുരത്തേക്ക് മടങ്ങിവരും വഴിയാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ചത്. രാത്രിയോടെ എളമക്കരയിൽ നിന്നുള്ള പോലീസ് സംഘം സംവിധായകനെ കസ്റ്റഡിയിൽ വാങ്ങി. ട്രെയിൻ മാർഗമാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. 24 മുംബൈ. കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് തകർത്തു. 182 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊല്ലത്തിന്റെ പോരാട്ടം 106 റൺസിൽ അവസാനിച്ചു. ആവേശകരമായ മത്സരത്തിൽ അങ്ങനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ജയിച്ച് അതും ആധികാരിക ജയത്തോടുകൂടി അവരുടെ കന്നിക്കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ സെമി ഫൈനലിലേക്ക് പോലും യോഗ്യത നേടാൻ പറ്റാത്ത ഒരു ടീം ഇത്തവണ വലിയ രീതിയിൽ പൊളിച്ചെഴുതി ടീമിൽ വലിയ മാറ്റങ്ങളുമായി എത്തി. ഇത്തവണ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 10ൽ 8 മത്സരങ്ങളിലും ജയിച്ച് സെമിയിലേക്ക് മുന്നേറി. സെമിയിലും വലിയ രീതിയിലുള്ള ജയം. അവിടെ നിന്ന് ഫൈനലിലേക്ക് വന്നപ്പോൾ നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെ അങ്ങേയറ്റത്തെ ആധികാരിക ജയവുമായി കിരീടവും സ്വന്തമാക്കുന്നു. 182 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊല്ലം സെയിലേഴ്സിന് പൊരുതാൻ പോലും ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 182 റൺസ് പിന്തുടർന്ന അവരുടെ പോരാട്ടം വെറും 106 റൺസിൽ അവസാനിച്ചു. കഴിഞ്ഞ തവണ അവരുടെ കിരീടത്തിലേക്ക് നയിച്ച സച്ചിൻ ബേബിയും അവരുടെ സൂപ്പർ താരം വിഷ്ണു വിനോദ് അടക്കമുള്ളവരൊക്കെ തന്നെ ഫൈനൽ നിരാശപ്പെടുത്തിയതോടുകൂടി അങ്ങനെ കംപ്ലീറ്റ് ഡോമിനേഷനോടുകൂടി തന്നെയാണ് കൊച്ചിയുടെ കിരീട നേട്ടം ഉണ്ടായിരിക്കുന്നത്. അവരുടെ ക്യാപ്റ്റൻ സാലി സാംസൺ, സഞ്ജു സാംസന്റെ സഹോദരൻ എന്ന ലേബലിന് അപ്പുറം ക്യാപ്റ്റൻ എന്ന തരത്തിലും ബൗളർ എന്ന നിലയിലും ഫീൽഡിലും അത്യുഗ്രൻ പ്രകടനത്തോടുകൂടി സാലി സാംസന്റെ മികവിലാണ് ഈ കിരീട നേട്ടം എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഫൈനലിൽ 2 വിക്കറ്റ് വീഴ്ത്തിയ സാലി സാംസൺ 2 തകർപ്പൻ ക്യാച്ചുകളും ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിരുന്നു. അതോടുകൂടിയാണ് മത്സരത്തിൽ ഒരു ഗതി തന്നെ നിർണ്ണയിക്കുന്ന തരത്തിലായിരുന്നു ആ 2 ക്യാച്ചുകളും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ജെറിൻ PS 3 വിക്കറ്റ് എടുത്തപ്പോൾ KM ആസിഫ്, മുഹമ്മദ് ആഷിഖ് എന്നിവരുടെ ഇരട്ട വിക്കറ്റ് നേട്ടങ്ങളും കൊച്ചിയുടെ ജയത്തിൽ നിർണായകമായി. ഇനി കൊച്ചിയുടെ ബാറ്റിംഗ് പ്രകടനത്തിലേക്ക് വരികയെന്നാൽ ആദ്യം അവർക്ക് ഒരു ഗംഭീര തുടക്കം നൽകിയ വിനൂപ് മനോഹരനാണ് ആ ടീമിനെ ഈ ഒരു ഏതായാലും ആ കളിയുടെ ആവേശം അതിലേക്കും കൂടി പോകേണ്ടതുണ്ട്. ഇപ്പോൾ MG പ്രതീഷ് സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, എത്രത്തോളം ആവേശമുണ്ടായിരുന്നു അവിടെ കാണികളുടെ? അവരെങ്ങനെ പ്രതികരിക്കുന്നു? വിവരങ്ങൾ പ്രതീഷ്. ഉന്മേഷ, കലാശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യനെ തകർത്തുകൊണ്ടാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം ചൂടിയിരിക്കുന്നത്. അത്യന്തം ആവേശകരമായ മത്സരമായിരുന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. 10,000-കണക്കിന് കാണികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നിലവിലെ ചാമ്പ്യനെ തോൽപ്പിച്ചുകൊണ്ട് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം ഉയർത്തിയത്. അനിൽ വാസുദേവ് പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ മികച്ച പ്രകടനമായിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ബാറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പോലും ഒരു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കൊല്ലം സെയിലേഴ്സിന് ആയിരുന്നില്ല. നിർണായക ഘട്ടങ്ങളിലൊക്കെ തന്നെ വിക്കറ്റുകൾ വീണത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് അനുകൂലമായി. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ വിനൂപ് മനോഹറാണ് ഈ മാച്ചിലെ ടോപ്പ് സ്കോറർ. 30 ബാളിൽ 70 റൺസ് എടുത്തുകൊണ്ടാണ് വിനൂപ് മനോഹർ ഈ കലാശ പോരാട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഒപ്പം ആൽഫി ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ നിർണായക സ്കോറുകൾ ഈ മാച്ചിൽ നേടി. അങ്ങനെ വിജയം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഒപ്പമെത്തി. വലിയ തരത്തിലൊരു ആവേശം
ആവേശമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കം. ഈ ചാമ്പ്യൻസ് ട്രോഫി വിജയികൾക്ക് കൈമാറും. അല്പസമയത്തിനകം തന്നെ ഈ താരങ്ങളൊക്കെ തന്നെ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ഈ മറ്റ് കാണികളൊക്കെ തന്നെ ഇവിടേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ ആവേശമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം തുടക്കം മുതൽ തന്നെ ഈ ഒരു ടോസിംഗിന്റെ ആനുകൂല്യം മാത്രമായിരുന്നു ഈ കൊല്ലം സെയിലേഴ്സിന് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും ഈ മാച്ചിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ആയിരുന്നില്ല. ഒരു 182 എന്നുള്ള ഒരു ഭേദപ്പെട്ട സ്കോർ മാത്രമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ഉണ്ടായിരുന്നത്. ഈ സ്കോർ മറികടക്കുമെന്ന ഒരു പ്രതീക്ഷയൊക്കെ തന്നെ കൊല്ലം സെയിലേഴ്സിന്റെ ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷകളൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് നിർണായകമായ മത്സരത്തിൽ അത്യുഗ്രൻ ഫോമോടുകൂടി തന്നെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം ചൂടിയിരിക്കുന്നത്. പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനൊരുങ്ങി ലോകം. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം മൂലം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രജിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ദശാബ്ദത്തിലെ ഏറ്റവും വ്യക്തതയോടെയുള്ള സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇപ്പോൾ നടക്കുന്നു എന്ന് പറയാം. പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം വളരെ മികവാർന്ന വ്യക്തമായ രീതിയിൽ ഇത് ദൃശ്യമാവുന്നുണ്ട്. ഇപ്പോൾ ഓഫീസിന് പുറത്താണ് ഞാൻ നിൽക്കുന്നത്, നമ്മുടെ കൊച്ചി ഓഫീസിന് പുറത്താണ്. അവിടെ കൊച്ചിയിലൊക്കെ തന്നെ വളരെ നല്ല വ്യക്തതയുടെ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ചന്ദ്രഗ്രഹണം കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏതാണ്ട് അവസാന ഭാഗത്തിലേക്ക് പൂർണ്ണമായി ചന്ദ്രനെ മൂടുന്ന രീതിയിലേക്ക് ഭൂമിയുടെ നിഴൽ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് ഈ ചന്ദ്രഗ്രഹണം എന്നുള്ളത്. ഒരുപക്ഷെ പൂർണ്ണമായി ചന്ദ്രനെ മറയ്ക്കുന്ന ഒരു ഗ്രഹണം ഇതിന് മുൻപുണ്ടായത് 2022-ലാണ്. അതിനുശേഷമാണ് 2025 ഇന്നിപ്പോൾ ഈ ഗ്രഹണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ഈ ലൈവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് പൂർണ്ണാകൃതിയിലായിരുന്നു ചന്ദ്രനെങ്കിൽ ഇപ്പോൾ ഭൂമിയുടെ നിഴൽ കൃത്യമായി ചന്ദ്രനെ മറയ്ക്കുന്നു. അതിനിയും ഒരു മണിക്കൂർ സമയം കൊണ്ട് പൂർണ്ണമായും ഈ ചന്ദ്രനെ മറയ്ക്കുന്ന രീതിയിലേക്ക് ആ നിഴൽ വരികയും ചെയ്യും. പിന്നീടും വീണ്ടും ഭൂമി മൂവ് ചെയ്യുന്നതനുസരിച്ച് ചന്ദ്രൻ തെളിഞ്ഞു വരികയും ചെയ്യും. ഇതാണ് ഇതിന്റെ പ്രതിഭാസം. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഈ നേർരേഖയിൽ വരുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായും ചന്ദ്രനെ ഈ ഭൂമിയുടെ നിഴൽ മറയ്ക്കുമെങ്കിലും കുറച്ചു ഭാഗങ്ങൾ, അതായത് സൂര്യന്റെ മറുഭാഗത്തുള്ള സൂര്യന്റെ ചില രശ്മികളെങ്കിലും ഈ ഭൂമിയുടെ അന്തരീക്ഷം വഴി കടന്നു പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി മറച്ചു കഴിഞ്ഞ് ചന്ദ്രനെ തെളിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ചുവന്ന നിറത്തിലായിരിക്കും ചന്ദ്രനെ കാണാൻ കഴിയുക എന്നത് മറ്റൊരു പ്രതിഭാസമാണ്. നമുക്ക് നേരത്തെ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചതുപോലെ ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വിസരണം എന്ന് പറയും. പ്രകാശത്തിന് സംഭവിക്കുന്ന സ്കാറ്ററിംഗ് ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ തട്ടി ഒക്കെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയുന്ന ഒരു വിബ്ജിയോർ എന്ന് പറയുന്ന നമ്മുടെ ഓരോ പ്രകാശത്തിൻ്റെയും വ്യത്യസ്ത സ്വഭാവങ്ങളനുസരിച്ച് അതിന് വിബ്ജിയോർ പല കളറുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും തരംഗദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ്, ഓറഞ്ച് നിറത്തിലൊക്കെ കൂടുതൽ തരംഗദൈർഘ്യം ഉള്ളതുകൊണ്ട് തന്നെ വിസരണം ഏറ്റവും കുറവായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് ആ സമയത്ത് ചന്ദ്രൻ ഒരു ചുവന്ന അല്ലെങ്കിൽ ഓറഞ്ച് കളർന്ന ചുവപ്പ് നിറം കാണും. അതുകൊണ്ട് ഇതിനെ ആ പ്രതിഭാസത്തെയും നമുക്ക് ഇന്ന് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി കാത്തിരിക്കുകയാണ് ലോകം. ഒരു 12 മണി കഴിയുമ്പോഴത്തേക്കും ഈ ഗ്രഹണം പൂർണ്ണമായും സംഭവിച്ച് കഴിഞ്ഞിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. അവിടെ വളരെ വ്യക്തമായ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാന പ്രോസസ്സിലേക്ക് പൂർണ്ണമായി ചന്ദ്രനെ മറയ്ക്കാനുള്ള ഒരു പ്രോസസ്സിലേക്ക് ഇപ്പോൾ വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഈ ഗോളങ്ങളുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടി സഹായിക്കുന്ന ഒരു പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമിയേക്കാൾ ഒരു 30 മടങ്ങ് കുറവാണ് ചന്ദ്രന്റെ വലിപ്പം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ നിഴലെന്ന് പറയുന്നത് ശരിക്കും ഭൂമിയുടെ ഒരു ഭാഗത്തിന്റെ അരികിന്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. അതാണ് ചന്ദ്രനെ ഇങ്ങനെ മറച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഭൂമി മറയുകയും ചെയ്യും. അപ്പോൾ ഈ ഗോളങ്ങളുടെ വലിപ്പം, അതിന്റെ ആകൃതിയൊക്കെ കൃത്യമായ വിദ്യാർത്ഥികളടക്കം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.